മട്ടുപ്പാവ് കൃഷിയിലും അതേപോലെ തന്നെ അടുക്കളത്തോട്ടങ്ങളിലും നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒന്നാണ് കാന്താരി മുളക് അല്ലേ. നമ്മൾ വെളിയിൽ പോയി മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 600-നും 1000-നും ഇടയ്ക്ക് വില എപ്പോഴും കിട്ടുന്ന ഒന്നാണ് കാന്താരി മുളക്. വലിയ കെയറില്ലാത്ത വലിയ സൂര്യപ്രകാശം കിട്ടാത്ത ഭാഗങ്ങളിൽ നമുക്ക് ഇതേപോലെ തന്നെ വെച്ച് കിളിപ്പിക്കാനും പറ്റും. ആവശ്യത്തിന് സൂര്യപ്രകാശം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഭയങ്കരമായ ഒരു ആദായം ഉണ്ടാക്കി തരാനും കഴിയുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ പ്രഷറിനൊക്കെ ഏറ്റവും നല്ല ഒന്നാണ് കാന്താരി മുളക് അല്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ തസ്തികകളിൽ ജോലിക്ക് ഇരിക്കുന്ന ആളുകൾക്ക് പോലും അറിയാൻ പറ്റും എത്രമാത്രം ശമ്പളം നമുക്ക് ഒരു മാസം ഏൺ ചെയ്യാൻ പറ്റുമെന്ന്. നമുക്കിപ്പം വൈറ്റ് കോളർ ജോബ് മാത്രമല്ല, ഒരുപാട് കർഷകരുണ്ട്, അതേപോലെ തന്നെ കർഷക കുടുംബങ്ങളുണ്ട്, അതേപോലെ തന്നെ വീട്ടമ്മമാർക്ക് ഒരു നല്ല ഒരാദായം, ഒരു 10-100 മൂട് തൈ ഇവിടുന്ന് തന്നെ മേടിക്കണമെന്നൊന്നുമില്ല. നമ്മളതിലും തൈയൊന്നും അധികം ഒന്നും കാണില്ല, കുറച്ചൊക്കെ കാണത്തുള്ളൂ നമ്മൾ ആവശ്യത്തിന്. നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഉപദേശമായിട്ട് തന്നെ പറഞ്ഞെന്ന് വിചാരിക്കുക. എന്തെങ്കിലും തെറ്റായിട്ട് തോന്നുമെങ്കിൽ ക്ഷമിക്കുക. ഇതിൻ്റെ കുറച്ച് വിത്തിട്ട് എവിടുന്നെങ്കിലും സംഘടിപ്പിക്കുക, എവിടുന്നെങ്കിലും നല്ല വിത്ത് നോക്കി സംഘടിപ്പിച്ച് ഇട്ട് പാവി കിളിപ്പിച്ച് നിങ്ങളുടെ പുരയിടത്തിൽ അല്ലെങ്കിൽ മട്ടുപ്പാവിൽ ഒരു പച്ച നെറ്റ് അടിച്ചിട്ട് അതിനടിയിൽ സ്വല്പം വളർത്തി വലുതാക്കിയതിന് ശേഷം ചാക്കിനകത്തോ ഡ്രമ്മിനകത്തോ അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു വലിയ ചട്ടിക്കകത്തോ അല്ലെങ്കിൽ ഗ്രോ ബാഗിനകത്തോ ഒക്കെ വെച്ച് വളർത്തി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു 6-7 മാസം കഴിയുമ്പോൾ തന്നെ നല്ല ഭയങ്കരമായ രീതിയിൽ ഇത് വളർന്നു കിട്ടും. ഇതിന് പെട്ടെന്ന് അങ്ങനെ നശിച്ചും പോകത്തില്ല. നമുക്കൊരു 1.5 മാസം കഴിയുമ്പോൾ തന്നെ ചെറിയ പൂക്കൾ വീണ് തുടങ്ങും. അന്നേരം മുതൽ നമുക്കൊരു ആദായം കിട്ടി തുടങ്ങും. ഒരു 100 ഗ്രോ ബാഗൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1.5 കിലോ അതിൽ നിന്ന് എടുക്കാൻ പറ്റും. എന്നും എടുക്കാമെന്നല്ല, ഒരു 3 ദിവസം 4 ദിവസം കൂടുമ്പോൾ സമയത്ത് നമുക്ക് അതിനകത്ത് 100 ഗ്രോ ബാഗ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കുറച്ച് പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ എന്താ പറയുക, മുളക് എടുത്ത് കടയിൽ കൊണ്ടുപോയി വിറ്റ് കഴിഞ്ഞാൽ തന്നെ മിനിമം ഒരു 400-450 രൂപ നിരക്കിൽ നമുക്ക് കിട്ടും. അതും ഓർക്കുക, എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിലും അതായത് മാർക്കറ്റുകളിലൊക്കെ എടുക്കാറുണ്ട്. മാത്രമല്ല കാന്താരി നെല്ലിക്ക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുറേ ഉണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ സിറപ്പ്, കാന്താരി നെല്ലിക്ക, അതേപോലെ തന്നെ അങ്ങനെയുള്ളതിനകത്തൊക്കെ ചേർക്കാൻ വേണ്ടി ഇപ്പം കാന്താരി എടുക്കുന്നുണ്ട്. പ്രഷറിനൊക്കെ നല്ലതാണ്. അതേപോലെ തന്നെ കറികളിൽ ഉപയോഗിക്കാൻ എടുക്കാം, വീട്ടിലെ കറികളിൽ ഉപയോഗിക്കാൻ എടുക്കാം. അതേപോലെ തന്നെ നമുക്കിത് കൊടുത്തുള്ള ആദായം ഉണ്ടാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഒരു വരുമാന മാർഗ്ഗമായിട്ട് നമുക്ക് കാന്താരിയെ വളർത്തിയെടുക്കാം. അപ്പം മുല്ല കൃഷി ഒരുപാട് പേര് നോക്കുന്നതാണ്, മുല്ല കൃഷി അല്ലേ. അതിൽ നിന്നും കൊല്ലമുല്ല, ഗുണ്ടുമുല്ല, വലിയ വെയിറ്റുള്ള മുല്ലയുണ്ട്. ഇപ്പം അരിമുല്ലയല്ല, വെയിറ്റുള്ള മുല്ലയുണ്ട്. അന്നേരം അതിൻ്റെ പൂവിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണം കഴിഞ്ഞാൽ ഏറ്റവും വില കൂടിയ ഒന്നാണ് മുല്ല. അതേപോലെ തന്നെയാണ് നമുക്ക് ഈ കാന്താരി മുളകൊന്ന് എടുക്കുക. സീസണിൽ അല്ലാത്ത സമയങ്ങളിൽ മുല്ലപ്പൂവിനൊക്കെ കടയിലെടുക്കുന്ന വിലയെന്ന് പറഞ്ഞാൽ നല്ല വിലയാണ്. കാര്യം 2000-3000 ഒക്കെ കിലോയ്ക്ക് വിലയുണ്ട്. 2 നേരങ്ങളിലൊക്കെ പറിക്കും. അതായത് പണ്ടൊക്കെ നമ്മളിവിടെ മുല്ല കൃഷി ഉണ്ടായിരുന്ന സമയത്ത് രാവിലെയും വൈകുന്നേരവും ഒക്കെ പറിക്കും. അന്നേരം അതിനകത്ത് എടുത്തിട്ടാണ് നമ്മൾ കൊണ്ടുപോയി കൊടുക്കാറ്. അങ്ങനെ അതേപോലെ തന്നെ നമുക്ക് മുളകിനകത്തുനിന്നും നമ്മളെ മാർക്കറ്റുകളിൽ നമ്മൾ വീട്ടിലുണ്ടാവുന്നതല്ലേ, നമുക്ക് അതേപോലെ തന്നെ പഞ്ചഗവ്യമൊക്കെ വളമായിട്ട് കൊടുത്തും അതേപോലെ തന്നെ മരുന്നായിട്ട് പഞ്ചഗവ്യം അതേപോലെ തന്നെ എഗമനും ആസിഡും ഒക്കെ കൊടുത്ത് നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. മഞ്ഞൾ പോരാതിരിക്കാൻ വേണ്ടി നമ്മളിവിടെ ലൈറ്റായിട്ട് ഇച്ചിരി വളരെ ടോക്സിസിറ്റി കുറഞ്ഞ ഇൻഡോഫിലം 45 1 ലിറ്റർ വെള്ളത്തിനകത്ത്, ഹസാഡിയസ് റേഷ്യോ ഒക്കെ നല്ല കുറവാണ്. അതേപോലെ തന്നെ പച്ച സിമ്പലാണ്. അത് ലൈറ്റായിട്ട് 1 സ്പൂൺ 1 ലിറ്റർ വെള്ളത്തിലിട്ട് കലക്കിയിട്ട് ലൈറ്റായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള മഞ്ഞളപ്പും കാര്യങ്ങളൊക്കെ മാറി കിട്ടാം. അതേപോലെ തന്നെ മണ്ടയൊക്കെ ഒന്ന് ചെറുതായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ശിഖരങ്ങൾ പൊട്ടുകയും ചെയ്യും. അന്നേരം ശ്രദ്ധിക്കുക, പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 10-20 ചെടി എടുത്ത് വെച്ചൊന്ന് വളർത്തി നോക്കുക. അതിനകത്ത് പ്രയോജനം കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള കുറേ പ്ലാന്റും കൂടെയൊക്കെ മേടിച്ച് വെച്ച് സെറ്റാക്കി വളർത്തി അതിനകത്തുനിന്നൊരു ആദായം എടുത്തിട്ട് ഇതിനകത്ത് നിങ്ങളുടെ എങ്ങനെയാണ് നിങ്ങളുടെ കഷ്ടപ്പാടാണ് അല്ലേ, ആ കഷ്ടപ്പാടുണ്ടെങ്കിൽ മാത്രം നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പം നെല്ല് ഉണ്ടായി വരുന്നത് എങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾക്കറിയാം. അന്നേരം അതേപോലെ തന്നെ വളർത്തിയെടുക്കാനായിട്ട് ഓരോ സാധനങ്ങളെ പറ്റിയിട്ടും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഇനിയും പ്രതീക്ഷിക്കാം. നിറയ്ക്കുന്ന ഗ്രോ ബാഗാണെങ്കിൽ ചാണകപ്പൊടി, എല്ലുപൊടി, സ്വല്പം വേപ്പിൻ പിണ്ണാക്ക്, സ്വല്പം കടലപ്പിണ്ണാക്ക്, അതേപോലെ തന്നെ സ്വല്പം അമ്ലാംശം കിട്ടാൻ വേണ്ടിയിട്ട് സ്വല്പം എന്താ പറയുക കക്ക നീറ്റിയതോ എന്തെങ്കിലും ഒന്ന് ലൈറ്റായിട്ട് അതും കൂടെ ഒന്ന് ചേർത്ത് വളം മിക്സ് ചെയ്ത് അതിനകത്ത് മണ്ണ്
ഉണ്ടാക്കിയിട്ട് അതിനകത്ത് വേണം ഒന്നോ രണ്ടോ തൈ വീതം ഡ്രമ്മിൽ വെച്ച് കൊടുക്കുക. നല്ല ബുഷായിട്ട് വളരും. അതിൽ നിന്നും നല്ലൊരു ആദായം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അന്നേരം ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾ കാണാനായിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതൊന്ന് പരിഗണിക്കുക. സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്നില്ല, അതൊന്ന് പരിഗണിക്കുക. കൊള്ളാമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ കൂട്ടുകാർക്കിലേക്ക് കൂടി എത്തിക്കാനായിട്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാൻ. കാര്യം പ്രയോജനപ്പെടുന്ന വീഡിയോ ആണ്. വൈറ്റ് കോളർ ജോബ് മാത്രമല്ല, ഞങ്ങൾ കുറേ കർഷകരും നമ്മളെ കേരളത്തിലുണ്ടെന്ന് അറിയിക്കാനായിട്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അന്നേരം നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ ഇതിനകത്ത് കമൻറ്റ് രൂപേണ അറിയിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണും വരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. താങ്ക് യു.